PSC പഠിപ്പുരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഒക്ടോബർ 13, 14, 15 ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. അതിർത്തി രക്ഷാസേന BSFന്റെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയറായി നിയമിതയായത് ഭാവന ചൗധരി. അതിർത്തി രക്ഷാസേനയുടെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയറായി നിയമിതയായത് ഭാവന ചൗധരിയാണ്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ ആത്മകഥ ഇതാണെന്റെ ജീവിതം. EP ജയരാജന്റെ ആത്മകഥയാണ് ഇതാണെന്റെ ജീവിതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്യും. മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ രാജ്ഭവനിൽ അനാച്ഛാദനം ചെയ്യുന്നത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ രാജ്ഭവനിൽ അനാച്ഛാദനം ചെയ്യുന്നത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇടുക്കി സിജോ എന്ന വ്യക്തിയാണ് 3 അടി ഉയരമുള്ള അർദ്ധകായ പ്രതിമ സിമന്റിൽ നിർമ്മിച്ചത്. കലണ്ടർ വർഷം 1000 റൺസ് തികച്ച ആദ്യ വനിതാ താരം. വനിതാ ഏകദിനത്തിൽ വേഗത്തിൽ 5000 റൺസ്, 5000 തികച്ച പ്രായം കുറഞ്ഞ താരം എന്നീ റെക്കോർഡുകൾ സ്വന്തമാക്കിയത് സ്മൃതി മന്ദാന. കലണ്ടർ വർഷം 1000 റൺസ് തികച്ച ആദ്യ വനിതാ താരം, വനിതാ ഏകദിനത്തിൽ വേഗത്തിൽ 5000 റൺസ്, 5000 തികച്ച പ്രായം കുറഞ്ഞ താരം എന്നീ റെക്കോർഡുകൾ സ്വന്തമാക്കിയത് സ്മൃതി മന്ദാന. ചൈനയുമായുള്ള വ്യാപാര യുദ്ധം വീണ്ടും രൂക്ഷമാക്കിക്കൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 100% അധിക തീരുവ പ്രഖ്യാപിച്ചു. ചൈനയുമായുള്ള വ്യാപാര യുദ്ധം വീണ്ടും രൂക്ഷമാക്കിക്കൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 100% അധിക തീരുവ പ്രഖ്യാപിച്ചു. ധനലക്ഷ്മി ഗ്രൂപ്പ് ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് യുവരാജ് സിംഗ്. ധനലക്ഷ്മി ഗ്രൂപ്പ് ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് യുവരാജ് സിംഗ് ആണ്. ഭീകരരും അനധികൃത കുടിയേറ്റക്കാരും എത്തുന്നത് തടയുന്നതിനായി യൂറോപ്പിലേക്ക് എത്തുന്ന ഇന്ത്യക്കാർ അടക്കമുള്ള സഞ്ചാരികൾക്ക് പുതിയ ഡിജിറ്റൽ ക്രമീകരണം നിലവിൽ വന്നു. ഭീകരരും അനധികൃത കുടിയേറ്റക്കാരും എത്തുന്നത് തടയുന്നതിനായി യൂറോപ്പിലേക്ക് എത്തുന്ന ഇന്ത്യക്കാർ അടക്കമുള്ള സഞ്ചാരികൾക്ക് പുതിയ ഡിജിറ്റൽ ക്രമീകരണം നിലവിൽ വന്നു. സംസ്ഥാന സീനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ജേതാക്കളായത് തിരുവനന്തപുരം. സംസ്ഥാന സീനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ജേതാക്കളായത് തിരുവനന്തപുരമാണ്. ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദി ആചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദി ആചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2025 ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിച്ച കാനഡയിലെ ഇന്ത്യൻ വംശജയായ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ്. 2025 ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിച്ച കാനഡയിലെ ഇന്ത്യൻ വംശജയായ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ്. സംസ്ഥാനത്തിന്റെ വികസന നയം രൂപപ്പെടുത്തുന്നതിനായി ധനകാര്യ വകുപ്പ് സംഘടിപ്പിക്കുന്ന വിഷൻ 2031 സെമിനാറിന് വേദിയാകുന്നത് കൊച്ചിയാണ്. അപ്പോൾ സംസ്ഥാനത്തിന്റെ വികസന നയം രൂപപ്പെടുത്തുന്നതിനായി ധനകാര്യ വകുപ്പ് സംഘടിപ്പിക്കുന്ന വിഷൻ 2031 സെമിനാറിന് വേദിയാകുന്നത് കൊച്ചി. നെക്സ്റ്റ് 14-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് നോക്കാം. നൊബേൽ പ്രൈസ് 2025 എക്കണോമിക്സിന് പ്രഖ്യാപിച്ചു. ഈ വർഷത്തെ സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ജോയൽ മൊക്കീർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹോവിറ്റ് എന്നിവർക്കാണ് ലഭിച്ചത്. ഈ വർഷത്തെ സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ജോയൽ മൊക്കീർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹോവിറ്റ് എന്നിവർക്കാണ് ലഭിച്ചത്. നൂതന സാമ്പത്തിക വളർച്ചയെ വിശകലനം ചെയ്ത് വിശദീകരിച്ചതിനാണ് ഇസ്രായേലി അമേരിക്കൻ പൗരനായ മൊക്കീർ പുരസ്കാരത്തിന് അർഹനായത്. നൂതന സാമ്പത്തിക വളർച്ചയെ വിശകലനം ചെയ്ത് വിശദീകരിച്ചതിനാണ് ഇസ്രായേലി അമേരിക്കൻ പൗരനായ മൊക്കീർ പുരസ്കാരത്തിന് അർഹനായത്. പുത്തൻ സാങ്കേതിക വിദ്യയിലും
നവീന ആശയങ്ങളിലും ഊന്നി സുസ്ഥിര വളർച്ചയുടെ മുൻ വ്യവസ്ഥകൾ തിരിച്ചറിഞ്ഞതിനാണ് ഫ്രഞ്ചുകാരനായ ഫിലിപ്പ് അഗിയോണും കാനഡക്കാരനായ പീറ്റർ ഹോവിറ്റും പുരസ്കാരം പങ്കിടുന്നത്. അപ്പോൾ പുത്തൻ സാങ്കേതിക വിദ്യയിലും നവീന ആശയങ്ങളിലുമൂന്നി സുസ്ഥിര വളർച്ചയുടെ മുൻ വ്യവസ്ഥകൾ തിരിച്ചറിഞ്ഞതിനാണ് ഫ്രഞ്ചുകാരനായ ഫിലിപ്പ് അഗിയോണും കാനഡക്കാരനായ പീറ്റർ ഹോവിറ്റും പുരസ്കാരം പങ്കിട്ടത്. സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ 6ാം സ്ഥാനത്തും ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ 32ാം സ്ഥാനത്തും എത്തിയ കേരളത്തിലെ സർവകലാശാലയാണ് കുസാറ്റ്. സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ 6ാം സ്ഥാനത്തും ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ 32ാം സ്ഥാനത്തും എത്തിയ കേരളത്തിലെ സർവകലാശാല കുസാറ്റ്. ആറളം കൊട്ടിയൂർ വന്യജീവി സങ്കേതങ്ങളിൽ സർവേ. 7 ഇനം പുതിയ തുമ്പികൾ. ആറളത്ത് 130 ഇനം തുമ്പികളായി. ഇപ്പോൾ നിലവിലിപ്പോൾ ആറളത്ത് 130 ഇനം തുമ്പികളായി. പുതിയതായി കണ്ടെത്തിയ 7 സ്പീഷ്യസുകൾ വന്യജീവി സങ്കേതങ്ങളിൽ ആദ്യമായി കണ്ടെത്തിയവയാണ്. പുതിയതായി ഇപ്പോൾ നിലവിൽ 7 എണ്ണത്തിനെ കണ്ടെത്തി. കുറുനഖവാലൻ, ചോലക്കടുവ, പൊക്കൻ കടുവ, നീലക്കറുപ്പൻ വ്യാളി, മഞ്ഞക്കറുപ്പൻ മുളവാലൻ, വയനാടൻ അരുവിയൻ, നാട്ടുപെരുങ്കണ്ണൻ എന്നിവയാണ് പുതിയതായി കണ്ടെത്തിയ തുമ്പികൾ. അപ്പോൾ ഇതൊക്കെ തുമ്പികളുടെ ഇനങ്ങളാണ് മനസ്സിലാക്കിയിരിക്കണം. കുറുനഖവാലൻ, ചോലക്കടുവ, പൊക്കൻ കടുവ, നീലക്കറുപ്പൻ വ്യാളി, മഞ്ഞക്കറുപ്പൻ മുളവാലൻ, വയനാടൻ അരുവിയൻ, നാട്ടുപെരുങ്കണ്ണൻ എന്നിവയാണ് പുതിയതായി കണ്ടെത്തിയ തുമ്പികൾ. ഇവ അടക്കം ആറളം കൊട്ടിയൂർ വന്യജീവി സങ്കേതങ്ങളിൽ 130 തുമ്പികളുടെ സ്പീഷ്യസുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹയായത് ഉർവശിയാണ്. കേരള കൾച്ചറൽ ഫോറത്തിന്റെ സത്യൻ ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹയായത് ഉർവശി. അർബുദവും ക്ഷയവും ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഉണ്ടോ എന്ന് ഊതി കണ്ടെത്താം. രോഗം നേരത്തെ തിരിച്ചറിയുന്നതോടെ ചികിത്സ നടത്തി മരണനിരക്ക് കുറയ്ക്കാൻ കഴിയും. രാജ്യത്ത് ആദ്യമായി വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ ഏറ്റക്കുറച്ചിൽ നിരീക്ഷിച്ച് രോഗങ്ങൾ തിരിച്ചറിയുന്ന സെൻസർ സാങ്കേതിക വിദ്യ തോന്നക്കൽ ബയോ 360 ലൈഫ് സയൻസ് പാർക്കിൽ പ്രവർത്തിക്കുന്ന അക്യുബിറ്റ്സ് ഇൻവെന്റ് എന്ന സ്റ്റാർട്ടപ്പ് വികസിപ്പിച്ചു. പേറ്റന്റും ലഭിച്ചു. രാജ്യത്ത് ആദ്യമായി VOC വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ ഏറ്റക്കുറച്ചിൽ നിരീക്ഷിച്ച് രോഗങ്ങൾ തിരിച്ചറിയുന്ന സെൻസർ സാങ്കേതിക വിദ്യ തോന്നക്കൽ ബയോ 360 ലൈഫ് സയൻസ് പാർക്കിൽ പ്രവർത്തിക്കുന്ന അക്യുബിറ്റ്സ് ഇൻവെന്റ് എന്ന സ്റ്റാർട്ടപ്പ് വികസിപ്പിച്ചു. പേറ്റന്റും ലഭിച്ചു. 2025 ഒക്ടോബറിൽ അന്തരിച്ച 1952 ചരിത്രത്തിൽ ആദ്യമായി ടെസ്റ്റ് പരമ്പര കളിച്ച പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം അംഗമാണ് വസീർ മുഹമ്മദ്. ഇപ്പോൾ വസീർ മുഹമ്മദ് അന്തരിച്ചു. ആദ്യമായി ടെസ്റ്റ് പരമ്പര കളിച്ച പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം അംഗമാണ്. തേയിലയുടെ പൂവിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യയുമായി നാഗാലാൻഡ് സർവകലാശാലയിലെ മൾട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് സെന്റർ തേയിലയുടെ പൂവിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ നാഗാലാൻഡ് സർവകലാശാലയിലെ മൾട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് സെന്റർ. ബ്രിട്ടീഷ് ദാർശനികനും സാഹിത്യ നൊബേൽ പുരസ്കാര ജേതാവുമായ ബർട്രാൻഡ് റസലിന്റെ ജീവിതം സിനിമയാകുന്നു. ബ്രിട്ടീഷ് ദാർശനികനും സാഹിത്യ നൊബേൽ പുരസ്കാര ജേതാവുമായ ബർട്രാൻഡ് റസലിന്റെ ജീവിതം സിനിമയാക്കുന്നു. ലോകത്തെ ആദ്യ മൾട്ടി സെൻസർ ഉപഗ്രഹം വിക്ഷേപിക്കുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പാണ് ഗാലക്സൈ. ലോകത്തെ ആദ്യ മൾട്ടി സെൻസർ ഉപഗ്രഹം വിക്ഷേപിക്കുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പാണ് ഗാലക്സൈ. മിഷൻ ദൃഷ്ടി എന്ന പേര് നൽകിയിരിക്കുന്ന ദൗത്യം അടുത്ത വർഷം വിക്ഷേപിക്കും. മിഷൻ ദൃഷ്ടി എന്ന പേര് നൽകിയിരിക്കുന്ന ദൗത്യം അടുത്ത വർഷം വിക്ഷേപിക്കും. ലോകത്തെ ആദ്യ മൾട്ടി സെൻസർ ഉപഗ്രഹം വിക്ഷേപിക്കാനൊരുങ്ങി ഇന്ത്യൻ സ്റ്റാർട്ടപ്പായ ഗാലക്സൈ. അടുത്ത വർഷം ആദ്യം മിഷൻ ദൃഷ്ടി വിക്ഷേപിക്കും. 160 കിലോയുള്ള മിഷൻ ദൃഷ്ടി സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഏറ്റവും വലിയ ഇന്ത്യൻ ഉപഗ്രഹമാണ്. 160 കിലോയുള്ള മിഷൻ ദൃഷ്ടി സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഏറ്റവും വലിയ ഇന്ത്യൻ ഉപഗ്രഹമാണ്. തുടർച്ചയായി കാലാവസ്ഥാ നിരീക്ഷണവും ഭൗമ നിരീക്ഷണവും നടത്തും.
15-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് നോക്കാം. 2025 ഡിസംബറിൽ നാവികസേനയുടെ വലിയ ആഘോഷമായ നാവികസേനാ ദിനത്തിന് വേദിയാകുന്നത് തിരുവനന്തപുരം. നാവികസേനാ ദിനം ഡിസംബർ 4 നാവികസേനാ ദിനം. ഡിസംബർ 4 നാവികസേനാ ദിനം. US-ന് പുറത്ത് ഗൂഗിൾ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ AI ഹബ്ബ് നിലവിൽ വരുന്നത് വിശാഖപട്ടണത്താണ്. US-ന് പുറത്ത് ഗൂഗിൾ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ AI ഹബ്ബ് നിലവിൽ വരുന്നത് വിശാഖപട്ടണം. 2025 ഒക്ടോബറിൽ ഗുരുദേവ സർവമത സമ്മേളനം നടന്ന രാജ്യം ഓസ്ട്രേലിയ. 2025 ഒക്ടോബറിൽ ഗുരുദേവ സർവമത സമ്മേളനം നടന്ന രാജ്യം ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയിൽ ചരിത്രമെഴുതി ഗുരുദേവ സർവമത സമ്മേളനം. ഗ്ലോബൽ ഹാർമണി അവാർഡ് ശിവഗിരി മഠത്തിന് സമർപ്പിച്ചു. ഗ്ലോബൽ ഹാർമണി അവാർഡാണ് ശിവഗിരി മഠത്തിന് സമർപ്പിച്ചത്. 2026 ഫിഫ ലോകകപ്പിന് യോഗ്യത നേടുന്ന രണ്ടാമത്തെ ചെറിയ രാജ്യം കേപ്പ് വെർദെ. 2026 ഫിഫ ലോകകപ്പിന് യോഗ്യത നേടുന്ന രണ്ടാമത്തെ ചെറിയ രാജ്യം കേപ്പ് വെർദെ. അടുത്ത വർഷത്തെ ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് ആഫ്രിക്കൻ മേഖലയിൽ നിന്ന് യോഗ്യത നേടി ചരിത്രം കുറിച്ച കുഞ്ഞൻ ദ്വീപ് രാഷ്ട്രമാണ് കേപ്പ് വെർദെ. അടുത്ത വർഷത്തെ ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് ആഫ്രിക്കൻ മേഖലയിൽ നിന്ന് യോഗ്യത നേടി ചരിത്രം കുറിച്ച കുഞ്ഞൻ ദ്വീപ് രാഷ്ട്രമാണ് കേപ്പ് വെർദെ. ഐസ്ലാൻഡ് ആണ് ലോകകപ്പ് കളിച്ച ഏറ്റവും ചെറിയ രാജ്യം. 2018 ഐസ്ലാൻഡ് കളിച്ചത്. ഐസ്ലാൻഡ് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ രാജ്യത്തിനുള്ള റെക്കോർഡ് കേപ്പ് വെർദെക്കാണ്. ഈജിപ്തിൽ നടന്ന ലോക പാരാ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ജോബി മാത്യു. ഈജിപ്തിൽ നടന്ന ലോക പാരാ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ജോബി മാത്യു. ജനിതക വൈകല്യങ്ങളോടെ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം സംസ്ഥാനത്ത് കൂടുന്നതായി കണ്ടെത്തിയ നിയമസഭ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷയാണ് KK ശൈലജ. ജനിതക വൈകല്യങ്ങളോടെ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം സംസ്ഥാനത്ത് കൂടുന്നതായി കണ്ടെത്തിയ നിയമസഭാ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷ KK ശൈലജ. 40ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ ഓവറോൾ കിരീടം നേടിയത് തമിഴ്നാട്. 40ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ ഓവറോൾ കിരീടം നേടിയത് തമിഴ്നാട്. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ വീണ്ടും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നന്ദി.